മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ആ സമയം മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തുകയാണ്. മലപ്പുറം വലിയ പറമ്പ് ദേശീയപാതയിലാണ് വിള്ളൽ കണ്ടെത്തിയത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ദേശീയപാത നേരത്തെ തകർന്ന കൂരിയാടിന് വളരെ അടുത്താണ് ഈ പറയുന്ന വലിയ പറമ്പെന്ന് പറയുന്ന സ്ഥലം. അരുൺ അമൃത്നാഥാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ വിള്ളലുകൾ നമ്മുടെ വികസനത്തിലുണ്ടാകുന്ന വലിയ ആശങ്കയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഭാഗം വലിയ പറമ്പിൽ എത്രത്തോളം വലിയൊരു വിള്ളലാണ്? ഇതിനെന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു അരുണ്? അതായത് ഈ കൂരിയാടിന് സമാനമായ രീതിയിൽ 50 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് ഈ തലപ്പാറ വലിയപറമ്പ് മേഖലയിലൊക്കെ ഉള്ളത്. തലപ്പാറയിലാണ് ഇത്തരത്തിലൊരു ഈ വിള്ളൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സംരക്ഷണ ഭിത്തി ഇരുന്ന നിലയിലായിരിക്കുകയാണ്. അതിന്റെ അടിവശത്ത് ഈ ഭാരം താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള നിർമ്മിതിയിൽ ഒരു ഇടിവ് സംഭവിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൂരിയാട്ടേത് വിള്ളലുണ്ടായി ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായത്. അതിന് സമാനമായ രീതിയിൽ അത്തരത്തിലൊരു വിള്ളലാണ് അതായത് ഈ ഒരു സംരക്ഷണ ഭിത്തി താഴ്ന്ന നിലയിലേക്ക് കാണുകയാണ്. അപ്പോൾ അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. 50 അടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ്. നേരത്തെ ഈ തലപ്പാറയിലും അമ്മാലിപ്പടിയിലും ഒക്കെ 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ പ്രദേശങ്ങളിൽ വിള്ളൽ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ അതേ മേഖലയിൽ ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിള്ളൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. കൂരിയാട് വയഡക്റ്റ് വരും, മേൽപ്പാലം വരുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വിവിധ പ്രദേശങ്ങളിലേക്കായി ഇത്തരത്തിൽ ആശങ്ക വ്യാപിക്കുന്നത് എന്നുള്ളതാണ്. മഴ കനക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലൊരു ഭീതിയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ദുരിതം മാറിയിട്ടില്ല. ഗതാഗതമൊക്കെ ഈ അധ്യയന വർഷം വരാനിരിക്കുമ്പോൾ ഇത് ബാധിക്കും. അപ്പോൾ അത്തരത്തിൽ കൂരിയാടൊക്കെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലൊക്കെ കൂടിയാണ് ഈ കൂടുതൽ മേഖലയിലേക്ക് ഇങ്ങനെ വിള്ളൽ കാണുന്നത്. ഇതിപ്പോൾ തലപ്പാറ, ഇത്തരത്തിൽ വലിയാട് തുടങ്ങിയ മേഖലയിലാണ് ഇങ്ങനെ ഒരു വിള്ളൽ കാണുന്നത്. നാട്ടുകാരുടെ ആശങ്കയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി ലീഗിന്റെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സ്ഥലത്തെത്തി ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ വിശദമായ പഠനം ഈ മേഖലയിലൊക്കെ നടന്നു വരികയാണ്. ഇത് NHAയുടെ പരിധിയിൽ വരുന്ന വിഷയവുമാണ്. ഇപ്പോൾ ആശങ്ക ഏറ്റിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ആര്യ, ശരി അരുൺ, എന്തായാലും ആശങ്കയാകുന്നുണ്ട്. കാരണം അതിലൂടെ സഞ്ചരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് വലിയ ആശങ്കയാകുന്നുണ്ട്. കാരണം